കഴിഞ്ഞ കാലങ്ങളിലൊക്കെയായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടന്ന സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വോട്ടിംഗ് മെഷീനിൽ മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കുന്നതിനുള്ള പരിപാടികൾക്ക് പുറമെ ഇവിടെ അർഹരായിട്ടുള്ള വോട്ടർമാരെ വെട്ടിനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കതിനെതിരെ ശക്തമായ പ്രതിഷേധം പല ആളുകളെയും ഇന്ന് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള പരിപാടികളുമായിട്ടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര പെട്ടെന്ന് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഇതിനകത്ത് വലിയ ചതിവുകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവര് ഈ പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടുവരുന്നത്. ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരള സംസ്ഥാനത്തെ നിരവധി വോട്ടുകൾ ഇപ്പോൾ നമുക്കറിയാം വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളത്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള കാലതാമസം നൽകിക്കൊണ്ട് എല്ലാ അർഹരായ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നലെ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടുന്ന് 2 കേന്ദ്രമന്ത്രിമാർ വലിയ തീർവാണം മുഴക്കി ഡൽഹിയിൽ പോയ സുരേഷ് ഗോപി ഉൾപ്പെടെ സിനിമാ സ്റ്റൈലിൽ അവിടെ കേരളത്തിലെ എയിംസ് ഉൾപ്പെടെയുള്ള പല പരിപാടികളും റെയിൽവേയുടെ വികസനം ഉൾപ്പെടെയുള്ള പല പരിപാടികളും നടപ്പിലാക്കും എന്ന് പറഞ്ഞു എങ്കിൽ പോലും ഒരു നയാ പൈസയുടെ പോലും പ്രയോജനം ലഭിക്കാത്ത ഒരു കേന്ദ്ര ബഡ്ജറ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അതിമനോഹരമായ രീതിയിൽ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കത്തക്ക വിധത്തിൽ അത് പെൻഷൻകാരുടെ കാര്യത്തിലായാലും മറ്റുള്ള മേഖലകളിലായാലും കാർഷിക മേഖലയിലായാലും എല്ലാം ആളുകളെ സഹായിക്കത്തക്ക വിധത്തിൽ ഒരു ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. അതിന് നമ്മളെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കറിയാം ചിറ്റമ്മ നയം എന്ന് പറഞ്ഞാൽ പോലെ ഇത് രണ്ടാനമ്മ നയം എന്ന് പറഞ്ഞാൽ പോലെ അതിലും വലിയ നയമായിട്ടാണ് കേരളത്തോട് ഈ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന നടപടി എന്ന കാര്യത്തിൽ ഞാൻ സംശയമില്ല. ശക്തമായ സമരപരിപാടികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഈ സമരപരിപാടി ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരെ അനധികൃതമായി ആ വോട്ട് പട്ടികയിൽ ചേർന്നു. ഒരു വീട്ടിൽ നിന്ന് തന്നെ പത്രത്തിൽ വന്നതാണോ, വാർത്താ മാധ്യമങ്ങൾ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഒരൊറ്റ വീട്ടിൽ നമ്പറിൽ 1000 വോട്ടർമാർ ബീഹാറിൽ FIR നടപടി പൂർത്തീകരിച്ചുകൊണ്ട് അന്തിമ വോട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ബീഹാറിൽ നാം കണ്ടതാണ്. അതുപോലെ 250 വോട്ടർമാർ ഒരു ഒറ്റ വീട്ടു നമ്പറിൽ. അതേപോലെ തന്നെ അവിടെ പരിശോധിച്ചപ്പോൾ ഒരു ബൂത്തിൽ മരിച്ചവരുടെ എണ്ണം 150 മരിച്ചവരുടെ എണ്ണം പരിശോധിച്ചപ്പോൾ അതിൽ 75 പേരും ജീവിച്ചിരിക്കുന്നവർ. ആ ബീഹാറിൽ തുടങ്ങിയ FIR നടപടി ഇന്ന് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ നാം എല്ലാം കരുതത് ഇത് വളരെ സത്യസന്ധമായി നടക്കും. നമ്മുടെ BLOമാർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നത് അവരുടെ എല്ലാ ഇലക്ഷനുകളിലും വലിയ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി ഇത് കേരളത്തിൽ സത്യസന്ധമായി നടക്കുമെന്നാണ് നാം കരുതുന്നത്. 1,65,000 പേര് ഇപ്പോഴും കൊടുത്തിരിക്കുന്ന BLOമാർ കൊടുത്തിരിക്കുന്നത് 1,35,000 ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോഴും ഹിയറിങ്ങിന് വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഹിയറിങ്ങിന് വേണ്ടി നോട്ടീസ് കൊടുത്ത് ഇപ്പോൾ നടപടിക്രമം മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ കൊടുത്തതനുസരിച്ച് നമ്മുടെ അന്വേഷണത്തിൽ ഏതാണ്ട് 13-ാം തീയതി വരെ ഇപ്പോഴും ഹിയറിങ്ങിൻ്റെ സമയം കൊടുത്തിരിക്കുന്നു, ഡേറ്റ് കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 23-ാം തീയതി അന്തിമഘട്ടം പ്രസിദ്ധീകരിക്കുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വ്യാപകമായി ഈ കേരളത്തിലെ പല നിയോജക മണ്ഡലത്തിലും BLOമാർ അറിയാതെ, ഇലക്ട്രൽ ഓഫീസർമാർ അറിയാതെ, നിയോജക മണ്ഡലം ഇലക്ട്രൽ ഓഫീസർമാർ അറിയാതെ BJP ഭരണം ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് വോട്ടുകൾ ഇവിടെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന മുഴുവൻ പേരുകളും ഇലക്ട്രൽ ഓഫീസിൽ പരസ്യപ്പെടുത്തണം. ഒഴിവാക്കിയവരുടെ ലിസ്റ്റ് പരസ്യപ്പെടുത്തണം. കൂട്ടിച്ചേർത്തവരുടെ ലിസ്റ്റ് പരസ്യപ്പെടുത്തണം. സ്ഥലം മാറ്റിയവരുടെ ലിസ്റ്റ് പരസ്യപ്പെടുത്തണം. ആ ലിസ്റ്റ് അറിയുവാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട്. അവരുടെ അവകാശമാണ്. ഇന്ന് ഈ പ്രക്രിയയെല്ലാം നടക്കുമ്പോൾ നമ്മുടെ BLOമാർ, ബൂത്ത് ലെവൽ ഏജന്റുമാർ അവർക്കെല്ലാം ഇത് അറിയുവാനുള്ള അവകാശമുണ്ട്. ഇത് സമ്മതിക്കുന്നില്ല, വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്
പറയുന്നത് പല നിയോജകമണ്ഡലത്തിലും LDF നല്ല മേൽക്കൈയുള്ള നിയോജകമണ്ഡലങ്ങളിൽ 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി LDF ജയിക്കാൻ നിയോജകമണ്ഡലങ്ങളിൽ ആസൂത്രിതമായി 19,000-ഓളം വോട്ടർമാരെ ഇന്നിപ്പോൾ അനധികൃതമായി PLOമാർ അറിയാതെ ഇലക്ട്രൽ ഓഫീസർമാർ അറിയാതെ സംഘടിതമായി ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നു. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് അത്ര ഗൗരവമേറിയ ഈ കേരളത്തിൽ ഈ വോട്ടർ പട്ടിക നിന്ന് നമ്മൾ പറയുന്നത് ഇത് പ്രസിദ്ധീകരിക്കണം. ഈ ഇലക്ഷൻ വോട്ടർ പട്ടികയില്ല ഇപ്പോൾ നടന്നിട്ടുള്ള നടപടികളോ കേരളം വരെയായിട്ടുണ്ട്, എത്ര വരെയായിട്ടുണ്ട് അത് കൃത്യമായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി ഇലക്ഷൻ ഓഫീസർ മുന്നിൽ ഇത് കൃത്യമായി ഇത് പരസ്യപ്പെടുത്തണം. സ്ഥലം മാറ്റിയവരുടെ, മരിച്ചവരുടെ, കൂട്ടിച്ചേർന്നവരുടെ ഈ ലിസ്റ്റ് കൃത്യമായി ഇലക്ഷൻ ഓഫീസറിൽ അതായത് അസംബ്ലി നിയോജകമണ്ഡലത്തിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഈ ക്രമക്കേട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി പോകണം. ഇലക്ഷൻ കമ്മീഷന്റെ ഈ ആസൂത്രിതമായ നീക്കത്തിനെതിരെ വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് ആദ്യം ഇലക്ഷൻ കമ്മീഷനെ പാട്ടത്തിലുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പാനൽ തെരഞ്ഞെടുക്കുന്ന ഒരു സ്വതന്ത്രമായ ഒരു ഇലക്ഷൻ കമ്മീഷനെയാണ് വിഭാവന ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ കളിപ്പാട്ടമാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കടന്നു വന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ ഇലക്ഷൻ കമ്മീഷൻ വെല്ലുവിളിച്ചാലോ? ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ത്യക്കകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതല്ലേ? ഇന്ത്യയിലായി തന്നെ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ലേ? അവരെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ വെല്ലുവിളിക്കുന്നത്? അവർ ന്യായമായൊരു കാര്യം പറഞ്ഞാൽ സുതാര്യമായി ആ കാര്യത്തിന് തീരുമാനമുണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യതയുള്ള സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുകയും സ്വതന്ത്രമായി ഭരണഘടന ഉറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനമല്ലേ ഇലക്ഷൻ കമ്മീഷൻ. അത് ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിയുടെ വീട്ടിലെ പാചകക്കാരെ പോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവരെ കൂട്ടത്തോടെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വെട്ടിത്തള്ളുന്നു. വോട്ട് ജോലി എന്ന പ്രതിപക്ഷ നേതാവും ഇന്ത്യ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാട്ടിച്ച പ്രധാനപ്പെട്ട കാര്യം വോട്ട് ഇല്ലാതെയാക്കുന്ന സംവിധാനമായി ഇലക്ഷൻ കമ്മീഷൻ മാറി. ലക്ഷക്കണക്കിന് മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ രേഖകളുമായി വരൂ. നിങ്ങൾ ഇന്ത്യക്കാരാണോ? ഇന്ത്യക്കാരാണെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എത്ര കൊല്ലമായി നാട്ടിൽ ജീവിക്കുന്നു? അതിന് മതിയായ തെളിവുമായിട്ട് വരൂ. നിങ്ങളുടെ അച്ഛൻ ഇന്ത്യക്കാരനാണ്, നിങ്ങളുടെ അമ്മ ഇന്ത്യക്കാരനാണ്, തെളിവുമായി വരൂ. ഇതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് തലങ്ങും വിലങ്ങും കീറിയും വിളിച്ചത്. കീറിയും സുതാര്യമാണ്, കൃത്യമായി അറിയിപ്പുണ്ട്. മനുഷ്യന്മാർ ഓരോരുത്തർക്ക് പോയാൽ ഈ കീറുന്ന സമയത്ത് അങ്ങനെ പങ്കെടുക്കാൻ കഴിയും. ഒരിക്കൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ അവസരമുണ്ടോ? ഇതിനിടയിലാണ് PLO എന്ന് പറയുന്ന സംവിധാനവും രാഷ്ട്രീയ പാർട്ടികളുടെ PLA ഉണ്ടാകണം. PLAമാർ ചോദിക്കുമ്പോൾ PLOമാർ പറയുകയാണ്, ഇവരൊക്കെ വോട്ടർ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെട്ടു ഞങ്ങൾക്കറിയില്ല. അഴീക്കോട് മണ്ഡലത്തിൽ, അതുപോലെ തന്നെ ഉത്തര കേരളത്തിലെ പല മണ്ഡലങ്ങളിലും 30,000-40,000 ആളുകളാണ് കൂടുതലായി ചേർക്കപ്പെട്ടിരിക്കുന്നത്. രസകരമായ കാര്യം, BJP നടപ്പാക്കുന്ന ഈ പരിപാടിയോട് മുസ്ലിം ലീഗിന് പരാതിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിരവധിയായ സമരങ്ങൾ നടത്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സമരമില്ല. SIR നിർബന്ധപൂർവ്വം മോദി നടപ്പാക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരാതി എന്താണ്? കേരളത്തിൽ നടപ്പാക്കുന്ന പിണറായി വിജയനാണ്. അത് മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ പിണറായി വിജയൻ ചെയ്യുന്ന ക്രൂരതയാണ് എന്ന നുണ ഈ കേരളത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കിടയിൽ തങ്ങൾ ഏതൊരു കൂട്ടരെ പ്രതികരിക്കുന്ന അവകാശപ്പെടുന്നു അവർക്കിടയിൽ ബോധപൂർവ്വം നുണ പ്രചരിപ്പിച്ച എങ്ങനെയാണ് കേരളത്തിൽ നരേന്ദ്രമോദിയുടെ കാവലാളായി മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് പ്രകടനമില്ല? മുസ്ലിം ലീഗിന് പരാതിയില്ല. SIR-നെ കുറിച്ച് മുസ്ലിം ലീഗിന് പരാതിയില്ലാത്തതുണ്ട്. പരാതിയുള്ള ഇടതുപക്ഷം, പരാതിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മറ്റാർക്കാണ് പരാതി? ഇപ്പൊ തന്നെ കാണാം, വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് പേര് ചേർന്നെങ്കിലോ 2 OTP നമ്പർ വരും. ഏത് ഫോണിലാണ് OTP നമ്പർ? പണ്ട് നമ്മൾ ഫോണിൽ നിന്ന ആധാർ കാർഡിൻ്റെ നമ്പർ ഏതാണോ ആ നമ്പറുമായി ബന്ധപ്പെട്ട ആധാർ ലിങ്ക് ചെയ്ത ഫോണിലേക്കാണ് OTP. ആ ഫോൺ ഇപ്പോൾ ഉണ്ടോ? ആ സിം കാർഡ് ഇപ്പോൾ ഉണ്ടോ? ഇതിൻ്റെ ഫലമായി രാജ്യത്തെ പുതിയ വോട്ടർമാരെ വോട്ട് ചേർക്കാൻ പ്രക്രിയ ദുസ്സഹമാക്കി. പച്ച മലയാളം എന്താ? ചെറുപ്പക്കാരെ വോട്ടർ പട്ടിക വേണ്ട. ചെറുപ്പക്കാരെ വോട്ടർ പട്ടിക ഇല്ലെങ്കിലോ വോട്ട് ചെയ്യിക്കോ?
ചെറുപ്പക്കാർ വോട്ടർപട്ടികയിലെ BJP ജയിക്കോ? BJPക്കാർക്ക് എന്താ ധാരണ? ചെറുപ്പക്കാർ വോട്ടർപട്ടിക വരുന്നത് തടയാൻ OTP 2 ആരുടെ പേര് വരും? അരമുക്കാൽ മണിക്കൂറുണ്ടെങ്കിൽ മാത്രമേ പേര് ചേർക്കാൻ പറ്റൂ. ഇതുവരെ പേര് ചേർത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 30-ാം തീയതി കൊണ്ട് ഞങ്ങൾ ലിസ്റ്റിൽപ്പെടുത്തുന്ന പണിയൊക്കെ നിർത്തി 21-ാം തീയതി അന്യ വോട്ടർപട്ടിക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അകത്ത് കയറ്റാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. ഇതാണ് മോദിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കുന്നത്. ഇത് പുറന്തള്ളലാണ്, എക്സ്ക്ലൂഷനാണ്. ഈ പുറന്തള്ളലിനെതിരായി ഇപ്പോൾ ഇടതുപക്ഷ നേതൃത്വങ്ങളുടെ പോരാട്ടമാണ്. രാജ്ഭവനിലേക്ക് നടത്തി ഭരണകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ നേതൃത്വത്തിന്റെ പ്രവർത്തകന്മാർ ബൂത്ത് തലം വരെ ഇടപെട്ടു. 32 ലക്ഷം പേരെ പുറത്താക്കുന്ന പ്രവണത ആദ്യം ആരംഭിച്ചു. അവസാനം ഓരോരുത്തർക്കും കടലാസുണ്ടാക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിനിടയിൽ കുറെ പേരകത്തായി. സുതാര്യതയില്ല. ഒന്നുകിൽ PLOമാർക്ക് അറിയണ്ടേ? LDFിന്റെ പ്രവർത്തകർ PLOമാരുടെ ചോദിക്കുന്നു, ഇയാളാര് അറിയില്ല, ഇയാളാര് അറിയില്ല, ഇയാളെങ്ങനെ വോട്ടർപട്ടിക ഒന്നും അറിയില്ല, ഇവിടുത്തെ കണക്ക് എങ്ങനെ ക്രമാതീതമായി എണ്ണം കൂടി ഇതിലേക്ക് അറിയില്ല. എന്നാൽ ഓരോ മണ്ഡലത്തിലും റിട്ടേണിംഗ് ഓഫീസറുണ്ട്. ചുമതലക്കാരായ ആ വോട്ടർപട്ടിക കൈകാര്യം ചെയ്യുന്ന EROമാരുണ്ട്. അവരോട് ചോദിച്ചു, അവർക്കറിയില്ല. ആരോട് ചോദിക്കണം? ആരോട് പറയണം? സംസ്ഥാന ഭരണത്തിന് മേലെ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് മോദി അമിതാധികാര പ്രയോഗം നടത്തി സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെ ബന്ധുക്കളാക്കി ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഈ യുദ്ധം കൊണ്ടൊന്നും BJP ജയിക്കാൻ പോകുന്നില്ല. ഇന്നലെ കണ്ടില്ല ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് തെളിയിക്കുന്നില്ല. BJP കേരളത്തെ വിട്ടു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 38 ലക്ഷം വോട്ട് ലോകസഭയിൽ കിട്ടിയ BJPക്ക് 5 ലക്ഷം വോട്ട് കുറഞ്ഞ് BJP മുന്നുകുത്തി താഴേക്ക് പോയി. കുറെ പൈസ BJPക്കാർ അടിച്ചു മാറ്റിയതല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് അമിത്ഷാ പറയുന്നു. കേരളത്തിലെ BJP നേതൃത്വത്തോട് കേന്ദ്ര സർക്കാരിനുണ്ടായ അവിശ്വാസത്തിന് കൂടി പ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റ്. അതുപോലെ എല്ലാ തവണയും ഒത്തിരി കിട്ടുമെന്ന് പറയും. കാര്യം വരുമ്പോൾ ഒന്നും കിട്ടില്ല. ഇത്തവണയല്ല തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, പ്രഖ്യാപനം വരാൻ പോകുന്നു. BJPയുടെ ആഫീസിൽ മാധ്യമങ്ങളെല്ലാം വന്നിരുന്നു. BJPയുടെ മുൻ കേന്ദ്രമന്ത്രി, 2 കേന്ദ്രമന്ത്രിമാർ എല്ലാവരും കിട്ടിയാണ്. ഇപ്പം കിട്ടും. എന്നാ കിട്ടി? എന്ത് കിട്ടിയെന്ന് പറയാം. അവസാനം ആ കടലാമയുടെ മുട്ട കിട്ടിയാൽ കേരളം അതിജീവിക്കും. ഈ കടലാമയുടെ മുട്ട തന്നെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവാണ്. നിങ്ങൾ ഇവിടുന്ന് ചെമ്മീൻ കഴിക്കാതിരിക്കുമ്പോൾ ചെമ്മീൻ അമേരിക്കയിൽ കയറണമെങ്കിൽ കടലാമയെ സംരക്ഷിക്കണമെന്ന അമേരിക്കൻ സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കുന്ന ഉന്നതനായ മോദി കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതി അല്ലത്. ചില ആളുകൾ പറയുന്നു കേരളത്തിന് വേണ്ടി കടലാമ കൊടുക്കും. കേരളത്തിലെ മനുഷ്യന് വേണ്ടിയുള്ള കടലാമ അല്ലത്. ഇവിടുത്തെ കലക്ടറേറ്റ് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ അധികാരിയാണ്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആഫീസിലേക്ക് പോകുന്നില്ല? ഇലക്ഷൻ കമ്മീഷന്റെ അധികാരിയായി കലക്ടറെ വെത്തിരിക്കുകയാണ് മോദി. ആ കലക്ടർമാരെ കൊണ്ടാണ് മോദി വിടുപണി കഴിക്കുന്നത്. അതുകൊണ്ട് കലക്ടറുടെ ആഫീസിന് മുന്നിലേക്കാണ് ഈ സമരം. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.